ഈ ഒരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. ടൺ കണക്കിന് ഭാരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് മുകളിൽ തന്നെ ക്ലൗഡ്സ് നിൽക്കുന്നു എന്നുള്ളത്. ഇതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കപ്പലുകൾ എന്തുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബലൂൺ എന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. ഇതിന്റെ എല്ലാ ആൻസർ നമ്മൾ മുമ്പ് പറഞ്ഞ ബോയൻസി എന്ന് പറഞ്ഞ ഫോഴ്സിലാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, വെള്ളത്തിലാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ്, എയറിലാണെങ്കിൽ എയർ മോളിക്യൂൾസ്, ഓരോ ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ആ മുകളിലേക്ക് പുഷ് ചെയ്യുന്നതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരേ വെയിറ്റുള്ള രണ്ട് വസ്തുക്കൾ രണ്ട് വലിപ്പത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ വലിയ വസ്തുവിനെ കൂടുതൽ ഫോഴ്സിൽ മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടാവും. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റി താഴേക്ക് വലിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും മുകളിലേക്കുള്ള പുഷ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി, സാന്ദ്രത എയർ ഡെൻസിറ്റിയേക്കാൾ കുറവായി വരുമ്പോഴാണ് ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മറികടക്കുക. അപ്പോഴാണ് ഇത് മുകളിലേക്ക് ഉയർന്നു പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ അത് എവിടെയാണോ ബാലൻസ് ചെയ്യുന്നത് അവിടെ പോയിട്ട് ഹോവർ ചെയ്ത് നിൽക്കും. അങ്ങനെയാണ് ഹൈഡ്രജൻ ബലൂണും ഹീലിയം ബലൂണും വെള്ളത്തിലുള്ള കപ്പലും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ മേഘത്തിന്റെ കേസിൽ ഒരു അഡീഷണൽ ഫോഴ്സ് കൂടെ ഉണ്ട്, എയർ കറണ്ട്. അതായത് താഴ്ന്ന് മുകളിലേക്കുള്ള അപ് ഡ്രാഫ്റ്റ്സ് എന്നറിയപ്പെടുന്ന വായു പ്രവാഹങ്ങൾ മേഘത്തിനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്ത് വെച്ചോളി. സീ യു ദെൻ. പീസ്.